ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രതാപൻ, വയോജന പഠന കേന്ദ്രം ഡയറക്ടറാണ്. മുതിർന്ന പൗരന്മാർ റോഡ് അപകടങ്ങളിൽ മരണപ്പെടുന്നു എന്നുള്ളത് സംബന്ധിച്ച ഒരു ഹൈക്കോടതി ഉത്തരവിൻ്റെ ഒരു ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2025 ഒക്ടോബർ മാസം വരെ 218 പേർ സീബ്ര ക്രോസിംഗ് വഴി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വാഹനമിടിച്ച് മരിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ഏതാണ്ട് പകുതിയിൽ കൂടുതലും ഭൂരിപക്ഷം ആൾക്കാരും മുതിർന്ന പൗരന്മാരാണ് എന്നും പറയുന്നുണ്ട്. ഈ സീബ്ര ക്രോസ് ചെയ്യുന്ന സമയത്ത് പച്ച ലൈറ്റ് കണ്ട് ക്രോസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ലൈറ്റ് മാറുകയും ഈ സമയത്ത് റോഡിൻ്റെ നടുക്ക് എത്തുകയും ചെയ്യുന്ന ഒരു മുതിർന്ന പൗരന് ഓടി രക്ഷപ്പെടാനോ പെട്ടെന്ന് മാറാനോ അവരുടെ ശാരീരിക അവശത മൂലം സാധിക്കുന്നില്ല. ഈ കാരണം കൊണ്ടായിരിക്കും ഒരുപക്ഷെ മുതിർന്ന പൗരന്മാർ കൂടുതലും വാഹനമിടിച്ച് മരണപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ഇടക്കാല ഉത്തരവ് പ്രകാരം സീബ്ര ക്രോസിങ്ങിൽ വാഹനം നിർത്തിയിട്ടാൽ അതിന് 2000 രൂപ പിഴ ഈടാക്കുമെന്നും സീബ്ര ക്രോസിങ്ങിൽ വെച്ച് വാഹനമിടിച്ചാൽ ആ വാഹനമിടിച്ച ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കും എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റേതാണ് ഈ വിധി. ഈ കേസ് വീണ്ടും ഡിസംബർ 10 കൂടുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. പലപ്പോഴും സീബ്ര ട്രാഫിക് ലൈറ്റുകൾ റെഡ് ലൈറ്റ് വരുമ്പോൾ അത് പരിഗണിക്കാതെ ഓടിച്ചു പോകുന്ന ചില വാഹനങ്ങളുണ്ട്. ഭൂരിപക്ഷം വാഹനങ്ങളും അത് പാലിക്കുന്നുണ്ട്. അതേസമയം റെഡ് ലൈറ്റ് ഇപ്പോൾ ഇത്ര മിനിറ്റ് കൊണ്ട് അത് മാറും, ഇത്ര സെക്കൻഡ് കൊണ്ട് അത് മാറും എന്നവർ മുൻകൂട്ടി കണക്കാക്കി ആക്ച്വലി അത് ഗ്രീൻ ലൈറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ചില ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഈ റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ലൈറ്റ് ആകാൻ പോകുന്നു എന്നുള്ള ആ ഒരു ധാരണയിൽ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. ആക്ച്വലി അത് ഗ്രീൻ ലൈറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ വാഹനം സ്റ്റാർട്ടാക്കി പോകുന്ന ആൾക്കാരുണ്ട്. ഈ സ്റ്റാർട്ടാക്കി പോകുന്നതിന് തൊട്ട് മുമ്പിലായിരിക്കും ഈ സീബ്ര ലൈൻ കാൽനടക്കാർ ക്രോസ് ചെയ്യുന്നത്. കാൽനടക്കാർക്ക് വേണ്ടി ഗ്രീൻ ലൈറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രീൻ ലൈറ്റ് കണ്ട് നടന്ന് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു മുതിർന്ന പൗരന് ഈ പെട്ടെന്ന് സ്റ്റാർട്ടായി നിൽക്കുന്ന ഈ വാഹനമുണ്ട് എന്ന് മനസ്സിലാകാനുള്ള സാധ്യതയില്ല. അത് കണ്ടാൽ തന്നെ പെട്ടെന്ന് ഓടി മാറാനോ രക്ഷപ്പെടാനോ ഉള്ള അയാളുടെ ശാരീരിക ആവശ്യത മൂലം മൊബിലിറ്റി കുറവായതുകൊണ്ട് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ സീബ്ര ലൈനിൽ വെച്ച് മുതിർന്ന പൗരന്മാർ വാഹനമിടിച്ച് മരണപ്പെടുന്നത് എന്നുള്ള കാരണം. യഥാർത്ഥത്തിൽ ഈ വാഹനം ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇത് ടെസ്റ്റിൻ്റെ അഭാവം ആയിരിക്കാൻ സാധ്യതയില്ല. കാരണം റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് അവർക്കറിയാം, മിക്കവാറും എല്ലാവർക്കും അറിയാം. പക്ഷേ ജനങ്ങളുടെ ക്ഷമയില്ലായ്മ അല്ലെങ്കിൽ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന ഈ സ്വഭാവം കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ മുതിർന്ന പൗരന്മാർ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് വാഹനമിടിച്ച് കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യവുമാണ്.